നമുക്കൊപ്പം ശംഖനാഥ് അല്ലേ? ശംഖനാഥ് നമുക്കിപ്പോൾ ഉണ്ട്. ശംഖനാഥ്, ഞാൻ ഇന്നലെ ഇടവേളയ്ക്കൊന്ന് ചെറിയൊരു റെസ്റ്റ് എടുക്കാൻ പോയ സമയത്ത് നമ്മുടെ റിപ്പോർട്ടർ ചാനലിലേക്ക് വിളിച്ച് അന്വേഷിച്ചു എന്നറിഞ്ഞു. ശംഖനാഥ് നമുക്കൊപ്പം ചേരുന്നു. ശംഖനാഥ് ഒരു കുഞ്ഞു കുട്ടിയാണ് കേട്ടോ. ശംഖനാഥ്, വെരി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ആഹാ, നല്ല എനർജി ഉണ്ടല്ലോ. ശംഖനാഥ് ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 5ാം ക്ലാസ്. 5ാം ക്ലാസ്സിലെ മോൻ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? മേമുണ്ട ഹയർ സെക്കൻഡറി സ്കൂൾ. ആ, വയനാട്ടിൽ തന്നെയാണോ? അല്ല, വടകര. വടകരയിൽ ഒരു മേമുണ്ടയുണ്ട് അല്ലേ? അതെ. ആ, മേമുണ്ട ഹയർ സെക്കൻഡറി സ്കൂളിലെ 5ാം ക്ലാസ്. ഏതാ ഡിവിഷൻ? 5A. 5A ആണ്. ഓക്കെ. മോൻ്റെ അച്ഛനും അമ്മയൊക്കെ എന്താ ചെയ്യുന്നത് ശംഖനാഥ്? അച്ഛൻ മാർക്കറ്റിംഗ്. അച്ഛൻ എന്ത് ചെയ്തു? മാർക്കറ്റിംഗ് ആണ്. ഓക്കെ. അമ്മയോ? അമ്മ ഹൗസ് വൈഫാണ്. അമ്മ ഹൗസ് വൈഫാണ്. ഓക്കെ. സഹോദരങ്ങളുണ്ടോ ശംഖനാഥിന്? അനിയനോ ചേച്ചിയോ? ഏട്ടനുണ്ട്. ഏട്ടനുണ്ട്. ഏട്ടന്റെ പേരെന്താ? ഇന്ദ്രകാന്ത്. ഇന്ദ്രകാന്ത്. ഇന്ദ്രനാഥും ശംഖനാഥും. കൊള്ളാം, നല്ല പേരാ കേട്ടോ. ശംഖനാഥ് എന്ന പേര് ഞാൻ കേട്ടിട്ടില്ല. അത് മോൻ്റെ സ്കൂളിൽ മോന് പേര് മാത്രമല്ലേ ഈ പേരുള്ളൂ? അതെ. അതെ. ഓക്കെ. ശംഖനാഥ് ഇന്നലെ വിളിച്ചപ്പോൾ എന്തിനു വേണ്ടിയാണ് വിളിച്ചത്? സാറിന് ഒന്ന് സംസാരിക്കണം ആഗ്രഹം ഉണ്ടായിരുന്നു. ഒന്ന് സംസാരിക്കണമെന്നുണ്ടായിരുന്നോ? ആ, സങ്കടം പറയാം. സങ്കടം വരുന്നോ? ഈ വയനാട്ടിലെ ദുരന്തം നടന്ന 4 ദിവസമായി. ഇത്രയും ദിവസം ന്യൂസ് റിപ്പോർട്ട് കാണുമ്പോൾ സാറിന്റെ ന്യൂസ് റിപ്പോർട്ട് കാണുമ്പോൾ വിഷമം വരും. ഓ, കർണാടകയില് അങ്കിൾ പോയി റിപ്പോർട്ട് ചെയ്തോ? കണ്ടപ്പോ വിഷമം തോന്നിയോ? ആ, വിഷമം തോന്നി. അർജുൻ അങ്കിളിന്റെ കാര്യം ആലോചിച്ചിട്ടാണോ? അതെ അതെ. ഓക്കെ. വയനാട്ടിലെയും വിഷമമായോ? അതും വിഷമായി. ആ, അങ്കിളിനും ഒരു മോനുണ്ട്, 4ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അയൻ എന്നാ പേര്. അവൻ ചോദിച്ചു അച്ഛനോട് അതേപോലെ അർജുൻ അങ്കിളിനെ കിട്ടിയോ? മോൻ ചോദിക്കുന്ന പോലെ. നമുക്ക് അർജുൻ അങ്കിളിനെ കിട്ടിയില്ല കേട്ടോ. അതറിയാം, തൽക്കാലത്തേക്ക് നിർത്തിവെച്ചതാണ്. അതെ അതെ, നിർത്തിവെച്ചു. ഈ വയനാട് കണ്ടപ്പോൾ ബെയിലി പാലമൊക്കെ കണ്ടപ്പോൾ എന്ത് തോന്നി? എന്താവണമെന്നാ മോൻ ആഗ്രഹം? ന്യൂസ് റിപ്പോർട്ടർ ആവണോ? സാറിനെ പോലെ ഒരു വലിയ ന്യൂസ് റിപ്പോർട്ടറാണ്. അതാ, സാറിനെ പോലെയല്ല, സാറൊക്കെ വളരെ കുഞ്ഞായിട്ടുള്ള ഒരു റിപ്പോർട്ടറല്ലേ. മോന് ഗംഭീരമായിട്ടുള്ള റിപ്പോർട്ടർ ആവാം കേട്ടോ. ഇന്ത്യയിലല്ല, ലോകത്തെ തന്നെ നല്ല ഒരു ജേർണലിസ്റ്റ് ആവാം. ഒരുപാട് ചാനലുകളുണ്ട്. മോൻ ചാനലൊക്കെ കാണാറുണ്ടോ? വാർത്താ ചാനല് കാണാറുണ്ട്. സന്തോഷം. ആണോ? മോൻ BBC-യിലൊക്കെ വർക്ക് ചെയ്യണം കേട്ടോ. BBC-യിൽ വർക്ക് ചെയ്യുക, CNN-ൽ വർക്ക് ചെയ്യുക, അങ്ങ് വലിയ ചാനലുകൾ. അപ്പോൾ മോൻ ഏറ്റവും കൂടുതൽ ഈ റിപ്പോർട്ട് ചെയ്യാൻ എന്താ ഇഷ്ടം? ഇതേപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ടൊക്കെ റിപ്പോർട്ട് ചെയ്യാൻ ഇഷ്ടമാണോ? ആളുകളുടെ സങ്കടവും വിഷമവും ഒക്കെ പ്രേക്ഷകരിൽ എത്തിക്കാൻ ഇഷ്ടമാണോ? ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ BBC-യിലൊക്കെ പോയിട്ട് വർക്ക് ചെയ്യണം കേട്ടോ. നല്ല ഫോട്ടോ എടുക്കാനാണോ ഇഷ്ടം, അതോ റിപ്പോർട്ട് ചെയ്യാനാണോ, സംസാരിക്കാനാണോ? റിപ്പോർട്ട് ചെയ്യാനാണ് ഇഷ്ടം അല്ലേ? അപ്പം മോൻ നന്നായിട്ട് റിപ്പോർട്ട് ചെയ്യുക. വയനാട്ടിലേക്ക് എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ? എന്താ കൊടുക്കുന്നേ? സ്കൂളിന്റെ കൂടെ കൊടുക്കുന്നുണ്ട് അല്ലേ? ഓക്കെ. എന്താ പനെ? ആ, ഓക്കെ ഓക്കെ ഓക്കെ. മേമുണ്ട സ്കൂൾ കൊടുത്തു അല്ലേ? ഓക്കെ ശംഖനാഥ്, അപ്പോൾ സന്തോഷം. ഇനി നമുക്ക് വടകര വരുമ്പോൾ ശംഖനാഥിനെ നേരിട്ട് കാണാം കേട്ടോ. താങ്ക് യു ശംഖനാഥ്, താങ്ക് യു. ശംഖനാഥാണ്. ശംഖനാഥിന് റിപ്പോർട്ടർ ആവണം. ഇതൊക്കെ കണ്ടിട്ട് ഈ ഫീൽഡിൽ നിന്ന് നമ്മുടെ റിപ്പോർട്ടർമാരൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് കണ്ടിട്ട് അവർക്ക് ആവേശം ഉണ്ടാവുന്നു എന്നുള്ളതാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, നിങ്ങളിൽ ചിലരെങ്കിലും മാപ്ര എന്നൊക്കെ വിളിച്ച് നമ്മളെ ഒരു സമൂഹത്തെ മുഴുവൻ ചിലപ്പോൾ തമാശയായിട്ട് ഉണ്ടാവും കേട്ടോ. ഈ എല്ലാ സമൂഹത്തിലും എല്ലാ ഗ്രൂപ്പിലും അങ്ങനെയുള്ള മനുഷ്യരൊക്കെ ഉണ്ടാവും. പക്ഷേ യഥാർത്ഥത്തിൽ ഇവരൊക്കെ സാധാരണക്കാരായ മനുഷ്യർ. ഇവരൊക്കെ ചെയ്യുന്ന വർക്കുകൾ ഈ ആർമി രക്ഷാപ്രവർത്തനം നടത്തുന്നത് പോലെ തത്സമയം അവിടെ നിന്ന് നമ്മൾ കൊടുക്കുന്ന അസൈൻമെൻറ്റുകൾക്കനുസരിച്ചും ഒക്കെ അവർ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അവർ എടുക്കുന്ന എഫേർട്ട് എന്നുള്ളത് അത്ര ചെറുതല്ലാത്ത എഫേർട്ടാണ്.